ഇന്ത്യയിൽ പ്രായോഗികമായിട്ടുള്ള വികസന പരിപാടികളില്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ള റോഡുകൾ, കാര്യങ്ങൾ ഇതൊക്കെ കുഴിച്ചിട്ടാണ് മറ്റൊരു വികസനത്തിന് വേണ്ടിയിട്ട് വഴി ഉണ്ടാക്കുന്നത്. ഈ വഴി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വികസിപ്പിച്ചിട്ടുള്ള റോഡിൻ്റെ കാര്യം കുണ്ടും കുഴിയായിട്ട് അവിടെ കിടക്കും. ഇപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആ കുഴികളിലെ ബേസ് ചെയ്ത് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ വാട്ടർ ലീക്കേജിൻ്റെ ഭാഗമായിട്ട് ചേരൂർ ഭാഗത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ ലീക്കേജ് ആയി കഴിഞ്ഞതിന് ശേഷം ആ റോഡിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഷ്ടകാലമാണ്. അത് പ്രോപ്പറായിട്ട് ടാർ ചെയ്യുകയോ കാര്യങ്ങളൊന്നുമില്ല. മണ്ണിട്ട് മൂടുമ്പോൾ എന്തുണ്ടാവുക, വീണ്ടും അതേ സ്ഥലത്ത് വീണ്ടും അവിടെ തന്നെ വീണ്ടും പ്രഷർ കൊടുത്തിട്ട് വീണ്ടും അവിടെ വാട്ടർ ലീക്കേജ് ഉണ്ടാവും. വീണ്ടും ഈ റോഡ് കുത്തിപ്പൊളിക്കും. ഇതാണോ പ്രായോഗികമായിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള വികസനം? അടിത്തറ ഇളക്കിക്കൊണ്ടുള്ള ഇത്തരം വികസനങ്ങൾ എത്രത്തോളം നാൾ നിലനിൽക്കും? വീണ്ടും റോഡുകളുടെ പരിതസ്ഥിതി മോശമായിക്കൊണ്ടിരിക്കുക, വീണ്ടും റോഡുകൾ നിർമ്മിച്ചു കൊണ്ടേയിരിക്കുക, നിരന്തരമായിട്ട് റോഡിന് നിലനിൽപ്പില്ലാണ്ടായിക്കൊണ്ടിരിക്കുക. ഇവിടെ ജനങ്ങളുടെ ഫണ്ടിന് പ്രോപ്പറായിട്ടുള്ള വില കൊടുക്കുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ ഇതെങ്ങനെയാണ് ഒരു വികസനമാവുക? നിരന്തരമായിട്ടുള്ള എന്താ പറയുക, അടിത്തറയില്ലാത്ത ഇതുപോലത്തുള്ള കാഴ്ചകൾ വയ്ക്കുമ്പോൾ, നമ്മൾ വികസിപ്പിച്ചെടുത്ത കാര്യങ്ങൾ വീണ്ടും തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതെങ്ങനെ വികസനമായിരിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് ബായ്.